ഹലോ ഗൈസ്, ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് വിൻഡോസിൽ Node.js അല്ലെങ്കിൽ NPM എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്നാണ്. ആദ്യം തന്നെ ഗൂഗിൾ എടുത്തതിന് ശേഷം NPM ഡൗൺലോഡ് എന്ന് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ NPMൻ്റെ പേജിൽ ചെന്ന് LTS എന്ന് പറഞ്ഞ റെക്കമെൻഡഡ് വെർഷൻ ഡൗൺലോഡ് ചെയ്യുക. എൻ്റെ OS വിൻഡോസ് ആയതുകൊണ്ട് ഞാൻ വിൻഡോസ് വെർഷനാണ് ഡൗൺലോഡ് ചെയ്യുന്നത്. ഡൗൺലോഡ് ആയതിനു ശേഷം ആ EXEയിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഡിഫോൾട്ട് ഇൻസ്റ്റലേഷനാണ്. ഈ ഓപ്ഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെക്ക് ബോക്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് ടിക്ക് ചെയ്യാവുന്നതാണ്. ഇത് ചില NPM മൊഡ്യൂൾ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് C കമ്പൈലർ അല്ലെങ്കിൽ പൈത്തൺ കമ്പൈലർ ടൂൾസ് ആവശ്യമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. അപ്പോൾ ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ് ആകുമ്പോൾ അതിൻ്റെ ഒരു പോപ്പപ്പ് വരും. അത് ഇൻസ്റ്റലേഷൻ കണ്ടിന്യൂ ചെയ്യേണ്ടി വരും. ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ് ആയതുകൊണ്ട് നമുക്കൊന്ന് NPMൻ്റെ Node.jsൻ്റെ വെർഷൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ നമുക്കിപ്പോൾ കാണാൻ കഴിയും NPM Node.jsഉം വർക്കിംഗ് ആണ്. അതിൻ്റെ വെർഷൻ കാണിക്കുന്നുണ്ട്. എന്തെങ്കിലും ഇഷ്യൂ കാണിക്കുകയാണെങ്കിൽ അതിൻ്റെ കമാൻഡ് നോട്ട് ഫൗണ്ട് ആണ് അടിക്കുക. അപ്പോൾ നമുക്ക് അതിൻ്റെ എൻവിറോൺമെൻറ്റ് വേരിയബിളിൽ അതിൻ്റെ പാത്ത് സെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കേണ്ടി വരും. ഇതിൻ്റെ ബിൻ ഫോൾഡറാണ് എൻവിറോൺമെൻറ്റ് വേരിയബിളിൽ പറഞ്ഞു കൊടുക്കേണ്ടത്. അത് സിസ്റ്റം വേരിയബിളിലോ അല്ലെങ്കിൽ യൂസർ വേരിയബിളിലോ നിങ്ങൾക്ക് പാത്തിൽ സെറ്റ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് NPM വെച്ചിട്ട് ഒരു മൊഡ്യൂൾ ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം. ഞാനിവിടെ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത് എക്സ്പ്രസ് എന്ന് പറഞ്ഞൊരു മൊഡ്യൂളാണ്. നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം. ഇപ്പം നമ്മൾ NPM വെച്ചിട്ട് ഒരു മൊഡ്യൂൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പാത്ത് പോകുന്നത് ഈ ഡയറക്ടറിയിലേക്കാണ്. നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ ഡയറക്ടറി. മൊഡ്യൂൾ അൺഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ സെയിം കമാൻഡ് തന്നെ യൂസ് ചെയ്ത് ഇൻസ്റ്റാളിന് പകരം അൺഇൻസ്റ്റാൾ യൂസ് ചെയ്യുക. നിങ്ങൾക്ക് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാവുന്നതാണ്.